ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി എങ്ങനെയാണോ ഞങ്ങളെ പിന്തുണക്കേണ്ടത് ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായി പിന്തുണ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോ കാലാവസ്ഥ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ്. ഏത് സമയത്ത് മഴ പെയ്യും, ഏത് സമയത്ത് മഴ പെയ്യാതിരിക്കുമ്പോൾ കനത്ത ചൂടുമാണ്. 7 മാസമായി മഴ ആരംഭിച്ചിട്ട് ഇന്ത്യയുടെ ഡൗൺ സൗത്ത് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന കേരളവും തമിഴ്നാടും ആന്ധ്രയും ഉൾപ്പെടുന്ന പ്രദേശം ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതം അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ്. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമ്പോഴും വെള്ളപ്പൊക്കം മാത്രമല്ല, കൃഷിനാശം മാത്രമല്ല, അതോടൊപ്പം പലതരത്തിൽ മാറാ രോഗങ്ങളും കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുക. നാം ഇന്നേ വരെ കേൾക്കാത്ത, നമുക്ക് പരിചയമില്ലാത്ത പല രോഗങ്ങളെയും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗമുഖത്ത് ഒരിക്കലും അദ്ദേഹം പതറിയിട്ടില്ല. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ചുറ്റും കൂടി ഇരുന്ന് ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചപ്പോഴും അതിനു മുന്നിൽ തലകുലിക്കാതെ തല ഉയർത്തിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇച്ഛാശക്തിയോടെ നയിക്കാൻ ശ്രീമതി വീണ ജോർജിന് സാധിച്ചിട്ടുണ്ട്. ഒരു നിയമസഭാ സ്പീക്കർ 2 പക്ഷത്തുമില്ലാത്ത ഒരാളാണ്. ഒരു മദ്യത്തിൽ നിന്ന് കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരാളാണ്. മദ്യത്തിൽ നിന്ന് കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനത്തോടെ പറയാം, കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ത്യക്ക് മോഡലാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ത്യക്ക് മോഡലാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തിന് മോഡലാണ്. ലോകത്തിന് മോഡൽ എന്ന് പറയുമ്പോൾ അമേരിക്കക്ക് ഉൾപ്പെടെ മോഡലായ പല റേറ്റുകളും ഇവിടെ കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ചെല്ലാം മന്ത്രി പരാമർശിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റു കാര്യം കടന്നു പോകുന്നില്ല.